ഹായ്, ഇന്ന് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ടീനേജേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രുവൽ ഹൈജീനെ പറ്റി. അതുപോലെ തന്നെ മെൻസ്ട്രുവൽ ഹൈജീൻ ടൈമിൽ മെൻസ്ട്രുവേഷൻ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സാനിറ്ററി പാഡെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡ് എപ്പോഴും നമ്മുടെ സ്കിന്നിന് കംഫർട്ടായിട്ടുള്ളതായിരിക്കണം. അതുപോലെ കോട്ടൺ സർഫസോട് കൂടിയതുള്ളതായിരിക്കണം. ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറവുള്ളതായിരിക്കണം. ചില സാനിറ്ററി പാഡൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സാനിറ്ററി പാഡ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കണം. ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടാകാത്തതായിരിക്കണം. ലീക്ക് പ്രൂഫ് ആയിരിക്കണം. അതുപോലെ തന്നെ കംഫർട്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഫെസിലിറ്റീസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സാനിറ്ററി പാഡാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അറിയാനായിട്ട് നിങ്ങളെൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 100% നാച്ചുറലാണ്. നമ്മുടെ സ്കിന്നിന് യാതൊരുവിധ ദോഷവും സംഭവിക്കാത്തതാണ്. അതുപോലെ തന്നെ ഇത് ക്ലിനിക്കലി പ്രൂവ്ഡാണ്, ടെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം എക്കോ ഫ്രണ്ട്ലിയാണ്. ഇപ്പം മണ്ണിലൊക്കെ കുഴിച്ചിട്ടാൽ തന്നെയും അത് അബ്സോർബ് ആയിപ്പോവും. പ്ലാസ്റ്റിക് കണ്ടൻറ്റ് ഇതിനകത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്നതനുസരിച്ച് സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകും. അങ്ങനെയൊന്നും ഉള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത നല്ലൊരു സാനിറ്ററി പാഡിൻ്റെ കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.